എല്ലാവർക്കും PSC വിഷൻ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. PSC എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 15 സ്കീമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ലക്ഷ്യം റൂഫ് ടോപ്പ് സോളാർ പവർ. വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ കീഴിലാണ് പദ്ധതി വരുന്നത്. 2024 വർഷം. പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. ലക്ഷ്യം ട്രഡീഷണൽ ആർട്ടിസൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മാൻ സപ്പോർട്ട്. മിനിസ്ട്രി ഓഫ് MSME ആണ് നടപ്പിലാക്കുന്നത്. വർഷം 2023. PM ജൻമൻ അഥവാ പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്നത് ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സുരക്ഷിതമായ ഭവനം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, റോഡ്, ടെലികോം കണക്ടിവിറ്റി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. വർഷം 2024. ഇ-ശ്രം കാർഡ് എക്സ്പാൻഷൻ സ്കീം. ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇ-ശ്രം കാർഡ്. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ ദേശീയ ഡാറ്റാബേസ് തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽ മന്ത്രാലയം ഈ പോർട്ടൽ ആരംഭിച്ചത്. ലക്ഷ്യം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഡാറ്റാബേസ് ആൻഡ് ബെനിഫിറ്റ്. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. വർഷം 2024. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0. നഗരപ്രദേശങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കുറഞ്ഞ വരുമാന ഗ്രൂപ്പിനും താങ്ങാവുന്ന വിലയിൽ വീട് നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ലക്ഷ്യം നഗരങ്ങളിലെ ഭവനരഹിതർക്ക് വീട് നൽകുക. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. വർഷം 2024. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. 2021 സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 2030 പ്രതിവർഷം 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനും 2047 ഊർജ്ജ സ്വാതന്ത്ര്യവും 2070 നെറ്റ് സീറോ കാർബൺ ഉദ്യമനവും കൈവരിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ. ലക്ഷ്യം ക്ലീൻ എനർജി അഥവാ ഇന്ത്യയെ ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ആഗോള കേന്ദ്രമാക്കുക എന്നതുള്ളതാണ്. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. വർഷം 2024. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. ലക്ഷ്യം മെറ്റേണൽ ഹെൽത്ത് സപ്പോർട്ട്. ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടാകുന്ന വേതനനഷ്ടം നികത്താനും പോഷകാഹാരം ഉറപ്പാക്കുവാനും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. വർഷം 2024. ഡിജിറ്റൽ ഇന്ത്യ 2.0 എക്സ്പാൻഷൻ. ഇന്ത്യയെ പൂർണ്ണമായും ഡിജിറ്റൽ ശാക്തീകരണത്തിനുള്ള സമൂഹമായും അറിവ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം AI, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഗവേണൻസ്. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT. വർഷം 2024-25. മിഷൻ ലൈഫ് എക്സ്പാൻഷൻ. മിഷൻ ലൈഫ് എക്സ്പാൻഷൻ എന്നത് പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ ആവിഷ്കരിച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണിത്. ലക്ഷ്യം ക്ലൈമറ്റ് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വർഷം 2024. PM ഇ-ബസ് സേവാ സ്കീം. ലക്ഷ്യം ഇലക്ട്രിക് ബസ് ഫോർ സിറ്റീസ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ PM ഇ-ബസ് സേവാ പദ്ധതി പ്രകാരം നഗരങ്ങളിലെ പൊതുഗതാഗതം ആധുനികവൽക്കരിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതിയാണ്. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. വർഷം 2024. ഡ്രോൺ ദീദി സ്കീം. 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്കായി ഡ്രോണുകൾ വാങ്ങാൻ 80% സബ്സിഡിയോടെ സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി. ലക്ഷ്യം വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് ഡ്രോൺ ഫാമിംഗ്.
അതായത് കൃഷിയിൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക, സമയം ലാഭിക്കുക, വനിതകൾക്ക് തൊഴിൽ കണ്ടെത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വർഷം 2024. ഫസൽ ബീമ യോജന. പ്രകൃതി ദുരന്തങ്ങൾ, കീടബാധ, രോഗങ്ങൾ എന്നിവ കാരണം വിളനാശം സംഭവിക്കുന്ന കർഷകർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ലക്ഷ്യം ക്രോപ്പ് ഇൻഷുറൻസ്. അതായത് പ്രകൃതിക്ഷോഭം, വെള്ളപ്പൊക്കം, വരൾച്ച, കീടബാധ മൂലം വിള നശിച്ചാൽ കർഷകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. പ്രാബല്യത്തിൽ വന്ന വർഷം 2024. PM കിസാൻ 17th ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം അപ്ഗ്രേഡ്. ലക്ഷ്യം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇംപ്രൂവ്മെന്റ്. അതായത് 2024-25 കാലയളവിൽ ഗഡുക്കൾ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ നടത്തേണ്ട അപ്ഡേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ KYC നിർബന്ധം, ഭൂമി വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിങ് മുതലായവ. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ വർഷം 2024. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസ് ഇൻ ഇന്ത്യ എന്നത് ഇന്ത്യയിലുടനീളമുള്ള 14,500-ലധികം സർക്കാർ സ്കൂളുകളെ നവീകരിച്ച് മാതൃകാ വിദ്യാലയങ്ങളാക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ്. ലക്ഷ്യം മോഡൽ സ്കൂൾസ് ഡെവലപ്മെന്റ്. അതായത് വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കാൻ പ്രാപ്തരാക്കുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലബോറട്ടറികൾ, ലൈബ്രറി, കായിക സൗകര്യങ്ങൾ എന്നിവയാണ് സവിശേഷതകൾ. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ വർഷം 2024-25. നാഷണൽ ലോജിസ്റ്റിക് പോളിസി എക്സ്പാൻഷൻ. ലക്ഷ്യം സപ്ലൈ ചെയിൻ എഫിഷ്യൻസി. അതായത് ഇന്ത്യയിലെ ലോജിസ്റ്റിക് മേഖലയിലെ ചെലവ് കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിൽ അവതരിപ്പിച്ച സമഗ്രമായ പദ്ധതിയാണ് നാഷണൽ ലോജിസ്റ്റിക് പോളിസി. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കൽ, വേഗത്തിലുള്ള ഡെലിവറി, അതായത് ചരക്കുകളുടെ തടസ്സമില്ലാത്ത നീക്കം ഉറപ്പാക്കുക എന്നിവയായിരുന്നു. മന്ത്രാലയം മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വർഷം 2024.